നമസ്കാരം. എല്ലാവർക്കും PSC വിദ്യാപീഠം എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റ് റവല്യൂഷനെ പറ്റിയാണ്, അഥവാ ധവള വിപ്ലവം. വൈറ്റ് റവല്യൂഷൻ ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1970. അതായത് ധവള വിപ്ലവത്തിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1970 അത് ആരംഭിച്ചത്. ഇനി ധവള വിപ്ലവം ലോഞ്ച് ചെയ്തത് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. ഈ നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദ് ഗുജറാത്തിലാണ് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം. ഇനി വൈറ്റ് റവല്യൂഷന് നേതൃത്വം നൽകിയത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. അപ്പോൾ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളെന്ന് പറയുന്നത് വർഗീസ് കുര്യനാണ്. ഇനി വൈറ്റ് റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നാണ്. അപ്പം അതിനെയാണ് നമ്മൾ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിനാണ് വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്, അതിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ആ ഒരു പദ്ധതിനെയാണ് ഉദ്ദേശിച്ചത് വൈറ്റ് റവല്യൂഷൻ. അപ്പം പിന്നെ മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആനന്ദാണ്. അപ്പോൾ ഇന്ത്യയുടെ മിൽക്ക് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ആനന്ദ് ഗുജറാത്തിലാണ് കേട്ടോ. പിന്നെ ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. സോ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് കേട്ടോ. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ, ഏറ്റവും അധികം പാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഇനി മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും നമ്മുടെ വർഗീസ് കുര്യനാണ്. കാരണം അദ്ദേഹമാണ് വൈറ്റ് റവല്യൂഷൻ്റെ ലീഡർഷിപ്പ് കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് നമ്മൾ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ